ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. കണ്ടോ, കൊഞ്ച്, അയല. കൊഞ്ച് കണ്ടല്ലോ, കൊഞ്ച് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സീ ഫുഡാണ് കൊഞ്ച്. കണ്ടില്ലേ? ഇനിയുണ്ട് പലതരത്തിലുള്ള മത്സ്യങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊഞ്ച് തീയൽ, കൊഞ്ച് ഫ്രൈ, ഇങ്ങനെ പലരും കൊഞ്ച് 5 കറി എന്നാണ് പറയുന്നത്. കക്ക കണ്ടോ, അതുപോലെ കേരമീൻ, ഇങ്ങനെ പലതരത്തിലുള്ള മത്സ്യങ്ങൾ നമ്മുടെ ഓരോ മലയാളിയുടെയും പ്രിയപ്പെട്ട വിഭവങ്ങളാണ് ഇതെല്ലാം, മത്സ്യ സമ്പത്ത്. അപ്പോൾ ഇതിനെ ആശ്രയിച്ച് ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കടലാണല്ലോ അറബിക്കടൽ. അറബിക്കടലിലെ മത്സ്യങ്ങളാണ് ഇതെല്ലാം. കണ്ടില്ലേ, അയല, ചാള, ഇങ്ങനെ പലതരത്തിലുള്ള മത്സ്യങ്ങൾ. അപ്പോൾ ഈ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കടൽ വിഭവം, കടലിനെ സമ്പുഷ്ടമാക്കുന്ന ഒന്നാണ് ഇത്. അപ്പോൾ ഓരോ ദിവസവും എത്രയെത്ര ആളുകളാണ് ഈ ബന്ധന തൊഴിലിൽ ഏർപ്പെടുന്നത്. അനേകർക്ക് ഉപജീവന മാർഗം തന്നെയാണ് ഈ മത്സ്യബന്ധനം. നമ്മുടെ കേരള തീരത്ത്, അറബിക്കടൽ തീരത്ത് വിവിധ അന്യ സംസ്ഥാനക്കാരെല്ലാം ഇവിടെ ജോലി ചെയ്യുവാൻ വരുന്നുണ്ട്. അതായത് അസം, ഒഡീഷ, തമിഴ്നാട്, ഇങ്ങനെയുള്ള വിവിധ സ്റ്റേറ്റുകളിലെ ആളുകൾ ഇവിടെ വന്ന് ഈ മത്സ്യബന്ധന മേഖലയിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ പ്രാഥമിക മേഖലയാണല്ലോ മത്സ്യബന്ധനം എന്ന് പറയുന്നത്, പ്രാഥമിക മേഖലയാണ്. അപ്പോൾ നമുക്ക് ഈ മത്സ്യം എന്നും ഇതുപോലെ നമുക്ക് ലഭിക്കണം. എന്ത് ചെയ്യണം? മത്സ്യബന്ധനം എന്നും ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതിനാൽ മത്സ്യത്തെ സംരക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. മത്സ്യത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. അതായത് യന്ത്രവൽകൃത ബോട്ടുകൾക്കാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. കേരള സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വന്നു. അതായത് ജൂൺ 10-നാണ് നിലവിൽ വന്നത്. അതായത് ജൂൺ 10 തുടങ്ങി ജൂലൈ 31 വരെയാണ് ഇവിടുത്തെ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നത്. അതിനാൽ ഈ 52 ദിവസവും പിന്നെ മറ്റ് ഭാഷാ തൊഴിലാളികൾക്കൊക്കെ ഇവിടെ ആ മേഖലയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇവിടെ ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ അവരെല്ലാം എന്ത് ചെയ്യുന്നു? അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മത്സ്യത്തിൻ്റെ ലഭ്യതക്കുറവിനെ തുടർന്ന് തീരദേശ മേഖലയെല്ലാം വളരെ കഷ്ടപ്പാടിലായിരുന്നു. കാരണം നമുക്കെല്ലാം അറിയാം, ഒരു കപ്പലപകടം, കപ്പൽ മുങ്ങിയത് കാരണം അതിലെ പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ തീരങ്ങളിൽ അടിഞ്ഞുകൂടി അത് മത്സ്യത്തെയൊക്കെ ബാധിക്കുമോ എന്ന ആളുകൾ വളരെയധികം ഭയന്നു. അത് കാരണം മീനൊക്കെ വളരെ, അതിൻ്റെ വ്യാപാരമൊക്കെ വളരെ കുറവായിരുന്നു. അതിലെ പലതരത്തിലുള്ള മത്സ്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ അനേകം ആളുകളാണ് ജോലി ചെയ്യുന്നത്. വലിയ ബോട്ടുകളുടെ മത്സ്യബന്ധനം എന്തു ചെയ്യും? ഈ പ്രജനനത്തെ ഇല്ലാതാക്കും. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മത്സ്യങ്ങൾ
പ്രജനനം നടത്തുന്നത്, അതായത് അത് മുട്ടയിടുന്നത്, പുതിയ മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സമയത്ത് യന്ത്രവൽകൃത ബോട്ടുകളൊക്കെ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അതിലെ ഇന്ധനമൊക്കെ കടലിൽ പരക്കുകയും മത്സ്യത്തിൻ്റെ അളവ് കുറയുന്നതിനും ഇത് സാഹചര്യം ഒരുക്കും. അതുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ കാലയളവിലൊക്കെ പരമ്പരാഗതമായിട്ടുള്ള വള്ളങ്ങൾക്കൊക്കെ പോയി മീൻ പിടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യം പാടേ ഇല്ലാതാകുന്നില്ല. നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടും. പഴയതുപോലെ കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. വള്ളക്കാരൊക്കെ മീൻ ഇഷ്ടം പോലെ അവർക്ക് പറ്റുന്നത് പോലെയൊക്കെ കൊണ്ടുവരും. അങ്ങനെ മീൻ നമുക്ക് ലഭിക്കും ആവശ്യത്തിന്. ട്രോളിംഗ് നിരോധനം വിവിധ തീര സംസ്ഥാനങ്ങളിലായി 47 മുതൽ 61 വരെ ദിവസങ്ങളിലാണ് നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാർ ആഴക്കടലിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെയാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളും കടലുകളിലെ ട്രോളിംഗ് നിരോധിക്കുന്നത്. ട്രോളിംഗ് നിരോധനത്തിൻ്റെ മുന്നോടിയായി ഫിഷറീസ് വകുപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് തീരത്തും കടലിലും കൂടാതെ കായലിലുമൊക്കെ നടത്തിയിരുന്നു. കാരണം യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ്. ജൂലൈ 31 അർദ്ധരാത്രിയിൽ ഈ നിരോധനം മാറും. അന്ന് മുതൽ നമുക്ക് ഇഷ്ടംപോലെ മത്സ്യ ലഭ്യത ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ആഴക്കടലിൽ ഈ മാസം 1 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നിരുന്നു. അത് 61 ദിവസം നീളുന്ന കേന്ദ്ര ട്രോളിംഗ് നിരോധനമാണ്. അതും ജൂലൈ 31 അവസാനിക്കും. അതായത് ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ എന്ന് പറയുമ്പോൾ 61 ദിവസമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കാലയളവിൻ്റെ ഇടയിലാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളും നിരോധനം കൊണ്ടുവന്നത്. അപ്പോൾ ഈ മത്സ്യബന്ധനം, അതായത് യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത് നിരോധിച്ചപ്പോൾ ഇതിനകത്ത് അനേകായിരം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ നമ്മുടെ പ്രാഥമിക മേഖല, കാർഷിക മേഖലയാണല്ലോ ഇത്, അതായത് മത്സ്യബന്ധനം, ഈ മേഖലയിലൂടെ അനേകായിരം ആളുകൾ ദിവസവും തൊഴിൽ ചെയ്ത് ഉപജീവനം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ തൊഴിൽ മേഖലയിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു സംരംഭം നടപ്പിലാക്കുന്നത്. അത് നമുക്ക് ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക് തന്നെ വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യമാണിത്. അപ്പോൾ ഈ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുകൊണ്ട് എത്ര ആളുകളാണ് ഈ മത്സ്യബന്ധനം കൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മത്സ്യം വാങ്ങും. അതുപോലെ തന്നെ മത്സ്യങ്ങളെല്ലാം വിദേശത്തേക്ക് കയറ്റി അയക്കും. അതിന് മത്സ്യത്തിൻ്റെ വ്യാവസായിക മേഖലകളൊക്കെ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഐസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ വലിയ ഐസ് പ്ലാന്റുകളാണ് ഉള്ളത്. ഇത്രയും മത്സ്യങ്ങളൊക്കെ സംരക്ഷിക്കണമല്ലോ, അല്ലേ? അപ്പോൾ ഈ ഐസ് പ്ലാന്റുകൾ തന്നെ ഇനിയിപ്പോൾ ഈ 51
ദിവസത്തേക്ക് മത്സ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ പഴയതുപോലെയുള്ള ഐസൊന്നും വേണ്ട. അപ്പോൾ അതും അവിടുത്തെ പ്രവർത്തനവും ഭാഗികമാകും. അപ്പോൾ അതെല്ലാം കാരണം കേരളത്തിൽ ഒരുപാട് തൊഴിലാളികൾ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് അവരെന്തെങ്കിലുമൊക്കെ തൊഴിൽ തേടി പോകും. അപ്പോൾ മനസ്സിലായല്ലോ ഇത്. അപ്പോൾ എന്താണ് ട്രോളിംഗ് നിരോധനം? ഇതെന്തിനു വേണ്ടിയാണ്? ഇത് മത്സ്യബന്ധന മേഖലയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് മത്സ്യബന്ധന നടത്തുന്ന തൊഴിലാളികൾക്ക് ധാരാളം സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്.